ഹബീബി വെൽക്കം ടു ഫട്ടോഡ. സോ ഇപ്പോൾ മഡ്ഗാവിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് എഫ് സി ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇവിടെ ഗോവയിലെത്തിയിരിക്കുകയാണ്. അതേ മത്സരമാണ് ഇന്ന്. കൊച്ചിയിലല്ല, ഗോവയിലാണ് കളി. ഇപ്പോൾ നമുക്കിപ്പോൾ നേരെ ഫട്ടോഡയിലേക്ക് പോകണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഫട്ടോഡയിലാണ് വരുന്നത്. പിന്നെ ഞാനുള്ളത് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിന്നൊക്കെ പിന്നെ ഇറങ്ങി ഇപ്പോൾ ഈ ഒരു തെരുവിലൂടെ നടക്കുകയാണ്. ഇതിലൂടെ നേരെ പോയ ഹൈവേ എത്തും. അവിടെ നിന്ന് ബസ് കയറി നമുക്ക് സ്റ്റേഡിയത്തിലോട്ട് പോവാം എന്നാണ് ഞാൻ ഒരു പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ എങ്ങനെ കാര്യം എന്നൊക്കെ അറിയില്ല. ഞാൻ ആ ഒരു ഇതും പിടിച്ച് പോവാണ് സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്ക്. പിന്നെ എൻ്റെ 2 കൂട്ടുകാരും വരുന്നുണ്ട്. പക്ഷെ അവർ വേറെ വൈക്കാറുള്ളത്, അവർ വേറെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന പറഞ്ഞത്. അപ്പോൾ നമുക്കെന്തായാലും വേഗം പോവാം. അവിടെ ഒരു ഹൈവേ ഒക്കെ കാണുന്നുണ്ട്, കുറേ വണ്ടികളൊക്കെ പോകുന്ന കാണുന്നുണ്ട് ഇവിടെ. ഞാനിപ്പോൾ ആ ഒരു ഭാഗത്താണ് വന്നത്. ഇനി ഇതുവഴി നടക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതുവഴി നടക്കാം. ചേട്ടൻ്റെ എവിടെ നിന്നാ കയറലെന്നൊരു പിടുത്തം ഇല്ലല്ലോ. ഇപ്പോൾ മഡ്ഗാവ് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ഞങ്ങൾക്ക് മഡ്ഗാവ് ബസ് സ്റ്റാൻഡിലേക്ക് വരാനേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഞാൻ ആ റോട്ടിൽ നിന്ന് ഒരാളോട് ചോദിച്ചു എങ്ങനെ ആ സ്റ്റേഡിയത്തിൽ പോയില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് 100 രൂപ തന്നെങ്കിൽ ഞാൻ കൊണ്ടുവിടാൻ പറഞ്ഞു. അതൊക്കെ വൻ തട്ടിപ്പായിരിക്കും. 100 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. ബസ് സ്റ്റാൻഡിലേക്ക് 20 രൂപ. ഇവിടെ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സ്റ്റേഡിയത്തിലേക്ക്. അപ്പോൾ ഞാനിപ്പം ബസ്സിലിവിടെ വന്നത്. ബസ്സിൽ നിന്ന് വീഡിയോ എടുക്കാൻ എന്താ വെച്ചെങ്കിൽ ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ പാട്ട് അവർ പാട്ടിട്ടുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ നേരെ സ്റ്റേഡിയത്തിലേക്ക് നടക്കുന്നതാണ്. സ്റ്റേഡിയം ഇവിടെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. സ്റ്റേഡിയത്തിന് ലൈറ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. നേരത്തെ അത് വരുമ്പോൾ സ്റ്റേഡിയം കാണുന്നുണ്ടായിനി. അത് മഡ്ഗാവ് ബസ് സ്റ്റാൻഡ്. ഈ മഡ്ഗാവ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ കാണുന്ന റോഡിൽ അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്ക് നേരെ നടന്നാൽ നമുക്ക് ഫട്ടോഡ സ്റ്റേഡിയത്തിലേക്ക് എത്താം. ഇപ്പോൾ അവിടെ കാണുന്നതാണ് സ്റ്റേഡിയം അതാണെന്ന് തോന്നുന്നു. സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോഴൊരു വ്യൂ ആണിത്. എന്ത് രസമാണല്ലേ കാണാൻ. നല്ല തുറന്ന പ്രദേശം. ഇതെവിടെ സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റൊക്കെ കണ്ടു തുടങ്ങിയിട്ടാ. ആ കാണുന്ന സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റ്. ഇതുവഴി നമുക്ക് തന്നെ നടക്കാം. ഇന്നത്തെ കളി എന്താവുന്നൊരു പിടുത്തമില്ല കേട്ടോ. ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണോ കൊച്ചിയിൽ, അതുപോലെയാണ് FC ഗോവ ഇവിടെ ഗോവയിൽ. മത്സരം 3 കളിച്ചതിൽ 3 അൺബീറ്റാണ്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ കളി ചെന്നൈയിലൊക്കെ അത്യുജ്വലമായ കംബാക്കൊക്കെ നടത്തിയിട്ട് 3-3 അടിച്ച ആ ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. ജയിക്കുന്നൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ ഗോവയുടെ മണ്ണായിട്ട് അവർക്കായിരിക്കും ഡോമിനേഷൻ കൂടുതൽ. സോ അവരുടെ ഫാൻസ്, അവർക്കിപ്പോൾ നല്ല ഫാൻസ് ഉണ്ട്. പിന്നെ അവരുടെ ചാൻഡിങ്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ ഞാൻ ഏതായാലും സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. ഇതാണ് സ്റ്റേഡിയം. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നുണ്ടെങ്കിൽ 1 ഗോൾ ലീഡിൽ ജയിക്കാനാണ് ചാൻസ്. അതുപോലെ തന്നെ ഇന്ന് ക്ലീൻ ഷീറ്റ് ഉണ്ടാവില്ല. ഒരു 2-1, 3-2 അങ്ങനെ എന്തെങ്കിലും ഒരു വിജയമായിരിക്കും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഫട്ടോഡ. അടിപൊളി സ്റ്റേഡിയം. ഇവിടെ നല്ല രസമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സോങ്ങാണല്ലോ, മലയാളം സോങ്ങല്ലേ ഇത്. ഇവിടെ കുറേ ഗോവൻ ഫാൻസൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കളിക്ക് എതിർ ടീമിൻ്റെ ഫാൻസിനെ കാണുന്നത് ലൈവായിട്ട്. സ്റ്റേഡിയത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ആൾക്കാരൊന്നും അകത്ത് കയറ്റാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളെ സ്റ്റേഡിയം പോലെ അല്ല ഇത്. നമ്മളെ സ്റ്റേഡിയത്തിലാണെങ്കിൽ 4 മണിക്ക് ആൾക്കാർ കയറി സ്റ്റേഡിയം നിറയും. ഇത് 6 മണിയായിട്ട് ആരും കയറ്റുന്നില്ല അകത്തേക്ക്. ആകെ ഒരു ഗോവൻ്റെ 2-3 ഫാൻസുകാരുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും കണ്ടു തുടങ്ങിയിട്ടാ. ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയൊക്കെ വിളിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്, പച്ചയുണ്ട്, പിങ്കുണ്ട്, എല്ലാം ഉണ്ട്. സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് എല്ലാവരും കയറ്റി തുടങ്ങിയപ്പോൾ ഞാനും കയറിയിരിക്കുകയാണ്. ഇതാണ് ഫട്ടോഡ സ്റ്റേഡിയത്തിൻ്റെ ഉള്ള ചേട്ടാ. അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ താഴത്തെ സ്റ്റാൻഡാണ്. പക്ഷെ അവർ തന്നെ ഈ ജേഴ്സി കണ്ടുകൊണ്ട്, ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി കണ്ടുകൊണ്ട് അവർ എന്നെ ഈ അവേ സ്റ്റാൻഡിലേക്ക് കയറ്റി. എന്നെ മാത്രമല്ല അവിടെ എടുത്ത അവർക്ക് അവിടെ ലോവർ 400 കൊടുത്ത അവർക്ക് വരെ
ഈ ഒരു സ്റ്റാൻഡേ കൊടുക്കുന്നില്ല. എന്താണെന്നറിയില്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ഇട്ട് വരുന്നോണ്ട് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, എന്തെങ്കിലും ആരാധകർ തമ്മിൽ കലങ്ങി പാണ്ട അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും ഇങ്ങനെ കയറ്റിയത്. പക്ഷെ കൊള്ളാം, ഈ സൈഡ് കളിയൊക്കെ നല്ല രീതിയിൽ കാണാം. അങ്ങ് അവിടെ ഗ്രൗണ്ടിൽ കാണുന്ന ഇതാണ് FC ഗോവയുടെ പ്ലേയേഴ്സ്. അവർ ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ട് പിച്ചൊന്ന് നോക്കാൻ വന്നതാണ്. ഇതാണ് അവരുടെ ഫാൻസ്. ഒരാവേശമില്ല. നമ്മളെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടിൽ പിച്ചൊന്ന് നോക്കാൻ വന്നപ്പോൾ, പിച്ച് നോക്കാൻ വരുമ്പോൾ തന്നെ സ്റ്റേഡിയം തന്നെ ഷെയ്ക്കാവും. ഇത് നോക്കിയാൽ അവിടെ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് പോലുമില്ല. Danish Faruk! Milos! ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ ആദ്യമായിട്ടാണ് ഇത്ര നേരിട്ട് കാണുന്നത്.
അത് സന്ദീപ് സിംഗ്. അടിലൂനെ പോകല. ഭാഗ്യം എന്ന് പറഞ്ഞ സംഭവമില്ല നമുക്ക്. Official attendance for today's match is 12,706 people. Thank you for coming and being fantastic moments. One last chance ആണിത്. ഗോൾ അടിക്കുമോ?